ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളെ വിവേക് എക്സ്പ്രസ്സിലെ ഡേ 2 ആണ്. അപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നും കാര്യമില്ല. 48 hours ഈ ട്രെയിനിൻ്റെ ഉള്ളിലാണല്ലോ. നിങ്ങൾ മോർണിംഗ് എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്നലത്തെ പോലെ തന്നെ ആസ് യൂഷ്വൽ ബ്രെഡും ന്യൂട്ടെല്ലാം എല്ലാം കഴിച്ചു. പിന്നെ കുറച്ച് ചിപ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പം ഇന്നും ഫുള്ളി ട്രെയിനിലായിരിക്കും. ഇന്ന് പുലർച്ചെ, അത് നാളെ പുലർച്ചെ 2 മണിയെല്ലാം ആകുമ്പോൾ ന്യൂ ജൽപൂരി നമ്മളെ സ്റ്റേഷനിൽ ഇറങ്ങും. അപ്പം അതെല്ലാമാണ് കാര്യങ്ങൾ. ന്യൂ ജൽപൂരി എത്തിയിട്ട് എന്താ ഏതാണെന്ന് ഐഡിയ ഒന്നും ഇല്ല. അവിടെ എത്തിയിട്ട് നോക്കാൻ ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം നമ്മൾ എത്തുന്ന ടൈം എന്ന് പറയുന്നത് 2 AM ആണ്. അതെ. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. ചിലൂരിലേക്ക് പോകണോ എങ്ങനെയാണെന്നുള്ളത് അവിടെ എത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ ഈ ട്രെയിനിൽ 2 days ആണുള്ളത്. 48 hours. ഈ ട്രെയിൻ ഓൾറെഡി 4 days ഓടുന്നുണ്ട്. ഇന്ത്യാസ് ലോങ്ങസ്റ്റ് ട്രെയിനാണിത്. കുറേ വ്ളോഗേഴ്സ് എല്ലാം വ്ളോഗിങ് ചെയ്തതാണ് ഓൾറെഡി, വിവേക് എക്സ്പ്രസ് എക്സ്പീരിയൻസ് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം വിവേക് എക്സ്പ്രസ്സിൽ എല്ലാവരും പോകാൻ ഒന്നൊന്നും മടിക്കും. കാരണം വെച്ചാൽ ഇതിൻ്റെ അവസ്ഥ നീ കണ്ടല്ലേ, ഇത്രയും ഭയങ്കര നീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു 3rd AC എങ്കിലും എടുത്തില്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര നീറ്റ്നെസ് ഭയങ്കര കുറവാണ്. എസ്പെഷ്യലി വാഷ്റൂം എല്ലാം സീനാണ്. മാക്സിമം വാഷ്റൂമിൽ പോകാണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെന്താ, പിന്നെ ഇത് നമ്മളെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പും കൂടാണ്. ഓക്കെ, വി ആർ സൂപ്പർ എക്സൈറ്റഡ് ആണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മളെ കമ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കാമല്ലോ. ഇതാണ് ബയ്യ. ഈ ബയ്യ ഇതിൻ്റെ മേലെ താഴത്ത് ഇറങ്ങിയിട്ടേ ഇല്ല. കയറിയപ്പോൾ തൊട്ട് ഇതിൻ്റെ മേലെയാണ്, ഇതേ പൊസിഷനിൽ. ഇതാണ് എൻ്റെ വീട്. ഇവിടെയാണ്, ഈ അപ്പർ ബർത്തിലാണ് ഞാൻ. ഇവിടെ തച്ചു पूरी 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 सब्जी কালি আর কালার ডিজাইন में एकदम বলি কালি বাচ্চাদের জন্য খেলনা বলে पूरी 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 ഇഷ്ടമല്ല. കിത്തന 150 വേണോ? പിന്നെ നമ്മൾ ചൂസ് ചെയ്തത് ബുക്ക് ചെയ്ത് AC കമ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഇവരെല്ലാം ഇടയ്ക്കെല്ലാം വന്ന് പോകുന്നുണ്ടായിരുന്നു. എന്നാലും പൊതുവെ കുറവായിരുന്നു. അത് കഴിഞ്ഞ് ചെറുതായിട്ടൊരു നല്ല അടിപൊളി സൺസെറ്റ് എല്ലാം കണ്ടു. പിന്നെ കുറേ ഫുഡിൻ്റെ ആൾക്കാർ വരുന്നും പോകുന്നും ഒക്കെ ഉണ്ട്. നമ്മളൊന്നും വാങ്ങി കഴിച്ചിട്ടില്ല. ബിക്കോസ് വയറിന് പണി കിട്ടാൻ തീരെ താല്പര്യമില്ല. കാരണം പണി കിട്ടിയ മര്യാദയ്ക്കൊന്ന് വാഷ്റൂമിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. സോ ഞങ്ങൾ രണ്ടാളൊന്നും വാങ്ങി അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ സമയം 6 PM ആണ്. പക്ഷേ നല്ല ഇരുടായി, പെട്ടെന്ന് തന്നെ നൈറ്റ് ആവുന്നുണ്ട്. നമ്മളെ അവിടുത്തെ ഒരു 8:39 എല്ലാം പോലുണ്ട് ഇപ്പോൾ ഇവിടെ. പിന്നെ നൈറ്റ് നമ്മൾ വേറൊരു സ്റ്റേഷൻ എത്തിയപ്പോൾ അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു. പക്ഷെ നല്ല ഫ്ലോപ്പായിരുന്നു. ഞങ്ങൾ രണ്ടാളും മര്യാദക്ക് കഴിച്ചിട്ടേ ഇല്ല. ഇന്നത്തെ ഫുഡിൻ്റെ കാര്യമെല്ലാം കണക്കാണ്. ഇനി നാളെ നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ട് വേണം മര്യാദക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. खाली 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 रोटी खाना रोटी रोटी ഒരു സ്റ്റേഷനിലെത്തി. എന്തെല്ലോ നടക്കുന്നു ചുറ്റിലും. ഏതോ നാട്, എന്തെല്ലോ ആൾക്കാര്, എന്തെല്ലോ കൊണ്ടുവരുന്നു, എന്തെല്ലോ വെക്കുന്നേ, തലയിൽ കൈ വെച്ചിട്ട് പോകുന്നേ, എന്തെല്ലോ ആണ്. നമ്മളൊരു വെള്ളത്തിന് വേണ്ടി കുറേ വെയിറ്റ് ആക്കി. ഇപ്പൊ ഒരു വെള്ളം കിട്ടിയപ്പോ കുറേ വെള്ളങ്ങൾ അതിലൂടെ അല്ല. നമ്മളിങ്ങനെ യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ആൾക്കാരെ കാണാം. കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ്
ആൾക്കാരെ കാണാം. എന്തെല്ലാം കാണുന്നേ അല്ലേ. റിയലി നോർത്ത് ഈസ്റ്റ് വേറെ ഒരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്.